ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. പലപ്പോഴും പലരും കമൻസിലൂടെയും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ വന്ന് മെസ്സേജ് അയക്കാറുണ്ട്, ഇന്ന് ഈ ഒരു ടോപ്പിക്ക് നോക്കാമോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേരത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ടോപ്പിക്ക് എടുക്കാറുണ്ട്. അതുപോലെ റെയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിലും എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്ത് കാര്യമാണ് അറിയാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റുള്ളവർക്കും അതിന് സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ആ ഒരു ടോപ്പിക്ക് കൂടി നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ പലരും പല സിറ്റുവേഷനിലായിരിക്കാം. ചിലർ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ചിലർ ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവാം, മറ്റു ചിലരെ സംബന്ധിച്ച് പേഴ്സൺ കൂടെ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം ഇന്നിപ്പോൾ ആരുടെ എനർജിയാണ് ഇവിടെ വരാനായിട്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്ക് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിംഗ് കാണാം. ചാരിയറ്റ് എനർജി വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോർഡ്സ്, Ace of Swords energy, High Priestess, Ace of Cups, Seven of Wands, King of Cups energy, നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി കുറച്ച് കാർഡ്സ് എടുക്കാം. Ace of Pentacles, ജമ്പിങ് കാർഡ് എടുക്കുന്നില്ല. And finally one more card. അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്തുള്ള ഈ ഒരു വ്യക്തി സ്വന്തം കാര്യത്തിന് മുൻഗണന കൊടുത്ത് മുന്നിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സണാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ പ്രയോറിറ്റിയോ കാര്യങ്ങളോ തന്നിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ഇവർ അംഗീകരിച്ചിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇട്ടെറിഞ്ഞു പോയൊരു പേഴ്സണായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. കാരണം സഡനായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ പലരും ചിലപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇമേജിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു പേഴ്സണ് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു കുതിരകളെ. അവർ തോന്നുന്ന വഴിയിലൂടെ ഓടിപ്പോകുന്നു, ആ ഒരു രീതിയിൽ പാഞ്ഞു പോകുന്ന ഒരു എനർജിയാണ്. അതായത് പ്രത്യേകിച്ച് ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടാവണമെന്നില്ല, വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്തെടുത്തൊരു ഡിസിഷനോ കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. പെട്ടെന്നായിട്ടുള്ള സഡനായിട്ടുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്ത്
ഒരു സെൽഫായിട്ടുള്ള വഴി നോക്കി പോയൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു തീരുമാനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആലോചിച്ചെടുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എടുത്തിയാട്ടമാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാം ഇടിച്ച് നിരത്തി അങ്ങോട്ട് പോവുകയാണ്. അവിടെ വഴിയിൽ എന്തുണ്ട് അല്ലെങ്കിൽ തടസ്സമുണ്ടോ ഇതൊന്നുമല്ല, ആ ഒരു സ്വന്തമായിട്ട് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഗോൾ എന്താണ് അവിടെ എത്താനുള്ളൊരു തിടുക്കമാണ്. അതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരെയും പരിഗണിക്കുന്നില്ല എന്നുള്ള ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രയൊക്കെ സ്നേഹം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഘട്ടത്തിൽ അവർക്ക് തന്നെ കൂടുതലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോയിട്ടുള്ളൊരു പേഴ്സണാണ്. വരും വരാഴികളോ കാര്യങ്ങളോ ഒന്നും ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നോ ചിന്തിച്ചിട്ടില്ല. അപ്പോഴത്തെ ആ ഒരു ആവേശമായിരുന്നു ആ ഒരു പേഴ്സണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ അതേ ഒരു എനർജി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കിങ് ഓഫ് കപ്സ് എന്നുള്ള രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശാന്തമായിട്ടുണ്ട്. ആ ഒരു തിടുക്കം, ആവേശം അതെല്ലാം തടുത്താറി ഒരു ശാന്തമായിട്ട് ഇമോഷണലി ഒരു മെച്യൂരിറ്റി, ബാലൻസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ശാന്തത അല്ലെങ്കിൽ ആ ഒരു പക്വത ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൈവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഓൾറെഡി മെച്യൂർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളെക്കാളും ഏജ് കൂടിയൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാനുള്ള ചാൻസും ഒക്കെ കൂടുതലാണ്. പക്ഷേ അവർ ആ ഒരു മെച്യൂരിറ്റി ഒന്നും അവരുടെ ഒരു സ്വഭാവത്തിൽ കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല. ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള പക്വതയോ കാര്യങ്ങളോ ഒന്നും അവരുടെ ഒരു ബിഹേവിയറിൽ കാണിക്കാതെ ആയിരിക്കാം അവർ ഓരോ തീരുമാനങ്ങളെടുത്ത് മുന്നിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെയധികം മെച്യൂറായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു എനർജി തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ തിടുക്കപ്പെട്ട് എവിടെയാണോ പോയത്, എവിടെ പോയിട്ടുണ്ടെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ അവിടെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെയാണ് എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞ് ഓടി ചാടി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടും ഒരു മേന്മയൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു വലിയ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. വിചാരിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല, ആകെ ഇനി എണീറ്റ് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എവിടേക്കാണ് ഓടിപ്പോയത്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനിലേക്കാണോ പോയിട്ടുള്ളത് അവിടെ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പീരീഡിലായിരിക്കണം ഈ പേഴ്സണ് ഇൻ്റലക്ച്വലി എല്ലാം കുറച്ചൊരു മാറ്റം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു സമയത്തായിരിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് പറഞ്ഞ ഇമേജിലെത്തി നിൽക്കുന്നത്. അതായത് ആ ഒരു പേഴ്സണൊരു ട്രാൻസിഷൻ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നം, കുറച്ച് ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റമല്ല, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും ഒക്കെ പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങളായിരിക്കാം. കാരണം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനമൊന്നും എടുക്കാതെ പോയതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ഒരു ഗ്രീനറി സൈഡ് കണ്ട് പോയതായിരിക്കാം. പക്ഷേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ എന്താ പറയുക, മാറ്റി നിർത്തിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രിഫറൻസ് തരാതെ എവിടെ ചെന്ന് ചേർന്നിട്ടുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള യാതൊരു സാറ്റിസ്ഫാക്ഷനും ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളുടെ ലൈഫിൽ നടക്കാതെ ആവുമ്പോഴാണ് പലരും ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത്, എന്താ എനിക്ക് പറ്റിപ്പോയത്, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാനിങ്ങിന് എവിടെ ആണ് തകർന്നു പോയത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയതെന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇവരിപ്പോൾ നിങ്ങളെ നേരത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള യാതൊരു സംഗതികളുമില്ല. നിങ്ങളിവരെ ഒരു കാര്യത്തിനും ബ്ലെയിം ചെയ്യാത്ത ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ പതിയെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല എന്നുള്ളതും, അല്ലെങ്കിൽ നിങ്ങളവർ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം ഈ ഒരു കപ്പ്, അവരുടെ ഒരു ഹോൾഡിങ് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത്. നേരത്തെ മറ്റു പല കാര്യങ്ങളുടെ പിന്നാലെ, ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കാം, അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചൊരു സിറ്റുവേഷനോ വ്യക്തികളോ ആയിരിക്കാം. അപ്പോൾ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടും സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കിയിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവണമെന്നില്ല. കാരണം
ഈ ഓരോ പേഴ്സൺ എന്തൊക്കെയോ സീക്രറ്റ്സ് സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഇപ്പോൾ വന്ന് ഓപ്പണായിട്ട് പറയേണ്ടതായിട്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ ആ ഒരു മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ എടുക്കും എന്നുള്ളതും ഈ ഒരു പേഴ്സണൽ പറയുന്നുണ്ടാവില്ല. ഒരുപക്ഷേ നിങ്ങൾ ഇതിനോടകം തന്നെ ഇവർ മറച്ചു വെച്ച കാര്യമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് ആ ഒരു വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ, നിഗൂഢതകളൊക്കെ അവരുടെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സീക്രറ്റ്സ് ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സിനകത്തുള്ളത്. അപ്പോൾ അത് അവരുടെ മനസ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും ഹോണസ്റ്റായിട്ട് തുറന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊന്നും സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ മാറി നിന്ന് ഇപ്പോൾ നിങ്ങളെ വീക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. മനസ്സിനകത്ത് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സെയിം ആണ്. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അത്രയേറെ മാനസികമായിട്ട് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഇവിടെ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ ചില സ്പ്രെഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു പാഷനേറ്റ് എനർജിയൊക്കെയാണ്, ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തിടുക്കം, ആ ഒരു ഓടിച്ചാടി വരുന്ന ഒരവസ്ഥയൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇമോഷണലി അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ എന്നിട്ടും അവരത് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയേണ്ടതായിട്ട് വരും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഒന്ന് സൈലൻ്റായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ആ ഒരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹം, ഇമോഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു പരാതി, പരിഭവം ഒന്നും നിങ്ങളെക്കുറിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ബൗണ്ടറി നിങ്ങളിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടാവില്ല. അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവണമെന്നില്ല. ഇത്രയും ഒരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു കോൺടാക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. കാരണം അവിടെ എത്തുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായിട്ട് വരുന്നൊരവസ്ഥ, അതിൻ്റെ വരുംവരാഴികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർ നേരത്തെ ആ എടുത്തിയാട്ടം ഇല്ല, ഒന്ന് മെച്യൂറായിട്ടുണ്ട്. ഇമോഷണലിയൊക്കെ ആ ഒരു ബാലൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിട്ടും ഉള്ളിലൊതുക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇനിയും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തിയാടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വരംവരാഴികളെ പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തരത്തിൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലൊതുക്കിയിരിക്കുന്ന ഒരവസ്ഥയിലൂടെ ചിലപ്പോൾ കടന്നു പോകുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവരുടെ നമ്മൾ പറഞ്ഞു ഇവരെന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കുമോ, ഇപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളിപ്പോൾ ഇതിലൂടെ കണ്ടത്. ഇപ്പോൾ വരെയുള്ള ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇനി അവർ ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരൊരു സ്പെസിഫിക് മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥയിൽ അവർ കടന്നു പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാകും. നമ്മളിപ്പോഴാണ് നോക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും കുറച്ചധികം നാളുകളായിട്ട് പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ ദൂരെ നിന്ന് നിങ്ങളെ സ്നേഹത്തോടെ വീക്ഷിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു ധൈര്യമില്ലാതെ മാറി നിന്നൊരവസ്ഥയാണ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങളോട് വന്ന് സംസാരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയതായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ എനർജി നമ്മളിവിടെ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ മാറി നിന്നിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണിൽ നിന്ന് അവരെങ്ങനെയാണോ നിങ്ങളോട് കാണിച്ചതുപോലെ തന്നെ എന്നാൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളും പിൻവലിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിട്ട് വരട്ടെ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ അവരങ്ങനെ കാത്തിരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറല്ല. എത്രയും വേഗം വരണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫറൊക്കെ നിങ്ങൾക്ക് തരണം എന്ന് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളോട് ചില കാര്യങ്ങളെങ്കിലും തുറന്ന് പറയണം, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കാര്യം നമുക്കിവിടെ കാണാം, അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ ഇമോഷണലി മെച്ചുറായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ബാലൻസ് ചെയ്ത് നിർത്താനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർക്ക് അവരുടെ തന്നെ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പല സമയത്തും നമ്മളിപ്പോൾ മാനസികമായിട്ടൊരു തീരുമാനം എടുത്തോ, ഇല്ല ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാലും ചില സമയത്ത് മനസ്സ് കൈവിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ വളരെ പാനിക്കായി പോവുക, അല്ലെങ്കിൽ ഒരുപാട് നിരാശ വരിക, സങ്കടം വരിക, കരച്ചിൽ വരിക,
അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ചുറ്റിനുണ്ടെങ്കിൽ അതിലൊന്നും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയില്ല. ചിലപ്പോൾ വേറെ പല കാര്യങ്ങളും ഓക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ അഡ്വാൻറ്റേജോ കാര്യങ്ങളൊക്കെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അതിലൊന്നും സന്തോഷം കിട്ടാതെ നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ഓർത്ത് ഒരുപാട് മനസ്സ് വിഷമിക്കുന്നൊരവസ്ഥ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു നോ കോൺടാക്റ്റിലിരിക്കുന്നവർക്കായിരിക്കണം ഇത് കൂടുതലും റെസനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒരു കോൺടാക്റ്റ് ഇടുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സൈലൻസ് മാറ്റി വന്നേനെ ഇതിനുള്ളിൽ തന്നെ. അപ്പോൾ അത് വരാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് അവർ ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹമൊക്കെ മനസ്സിനുള്ളിൽ ഒതുക്കി ആ ഒരു വ്യക്തി തന്നെ തളർന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇനി വയ്യ, എനിക്കത് ഈ ഒരു വിഷമം അല്ലെങ്കിൽ ഈ ഒരു സങ്കടം ചുമക്കാൻ വയ്യ എന്നുള്ളൊരു രീതിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം മാറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ ഒരു വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് പാസ്റ്റിൽ എന്താണ് നടന്നതെന്നുള്ളത് നമുക്കറിയില്ല. ആകെ നമുക്ക് മനസ്സിലായ കാര്യം അവരവരുടെ വഴി ചൂസ് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പല വഴിയായിരിക്കാം. ചിലർ തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് പോയിട്ടുണ്ടാവാം, വേറൊരു റിലേഷൻഷിപ്പിനകത്ത് പോയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പലർക്കും ക്ഷമിക്കാനൊന്നും കഴിയാറില്ല. അപ്പോൾ നമ്മളിരിക്കെ തന്നെ നമ്മളുടെ വ്യക്തി മറ്റൊരാളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഭയങ്കര വിഷമമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ആ ഒരു പേഴ്സൺ ഇത്രയും വേണ്ടി സ്നേഹിച്ചതെന്നൊക്കെ ചിന്തിക്കുന്നൊരു സമയമായിരിക്കും. എങ്കിലും ചില വ്യക്തികൾ അവരെ മറക്കാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ക്ഷമിച്ചും മറന്നുമൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു, എന്നാൽ ഇനിയെങ്കിലും വന്നാൽ മതി, ഞാനതൊക്കെ ക്ഷമിക്കാം എന്ന് ചിന്തിക്കുന്നത് പോലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ കറൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് സ്വതന്ത്രമായിട്ട് പോകാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് വേറെയും തടസ്സങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പേഴ്സൺ എങ്ങോട്ടേക്കോ ഓടിച്ചാടി പോയൊരു വ്യക്തിയാണ്, അവരുടെ ഒരു കാര്യം നോക്കി പോയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ മറ്റേ ഇതിനകത്ത് പറയുന്ന പോലെ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു സംഗതി ഇല്ല. അപ്പോഴൊക്കെയാണ് ഈ പല കാര്യങ്ങളും ചിന്തകളൊക്കെ വരുന്നത്. അങ്ങനെ വരുന്നൊരു സമയത്ത് ചിലപ്പോൾ പോയതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല തിരിച്ചു വരാനായിട്ട്. ആ പോയപ്പോൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങളിൽ നിന്ന് ഓടിപ്പോയ പോലെയുള്ള ആ ഒരു എനർജി ആയിരിക്കുമല്ലോ ചിലപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് പല പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അതും നമുക്കിവിടെ കാണാം. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 5 ഓഫ് വൺസ് എനർജി, അതുപോലെ തന്നെ 7 ഓഫ് വൺസ് എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്സ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വ്യക്തികളോടൊക്കെ ഒരു എന്താ പറയുക, ഒരു ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങൾക്കൊക്കെ ശേഷം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിനൊക്കെ ശേഷം മാത്രമായിരിക്കും നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷനിൽ ആ പേഴ്സൺ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ എന്തൊക്കെ സംഗതികൾ അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ഒരു ലോസിനെ കുറിച്ച് ഓർത്താണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഈ ഒരു ചാരിറ്റ് എനർജി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാരിറ്റ് എനർജി പോലെ കൺട്രോളിങ് അല്ലാത്ത ഒരു എനർജി അല്ല, ഇത് നിയന്ത്രണത്തിൽ വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. സ്വന്തം ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ഡിസിഷനിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് എങ്ങനെയാണോ നിങ്ങളിന്ന് പോയത് അതുപോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല, എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഇവരറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിവരെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയും അവരുടെ ഒരു എനർജി തന്നെയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ വേണ്ടില്ല, ഇത് പഴയതുപോലെ ആക്കണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരിറങ്ങി പോരാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത്രയും നാളും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോരാൻ ധൈര്യം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കട്ടെ എന്ന് ചിന്തിച്ചൊരു പേഴ്സൺ ആയിരിക്കാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ അവർ ഇമോഷണലി മെച്യൂർ ആയതുകൊണ്ട് തന്നെ പല ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി സാവകാശം മതി, എടുത്ത് ചാടണ്ട, ഒരു പ്രാവശ്യം എടുത്ത് ചാടിയതാണല്ലോ, അപ്പോൾ അതിൻ്റെ അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു പേടിയൊക്കെ കൊണ്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്. ആ ഒരു എനർജി എന്ന് പറയുന്നത്
ആക്സിലറേറ്റഡ് മോഷനാണ്. അത്രയും പെട്ടെന്ന് എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അവർ കടന്നു പോകുന്ന ചില വഴികളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. അവരായിട്ട് തന്നെ ഒരു സ്പെസിഫിക് മെസ്സേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്കൊരു കാര്യം ഷുവറാണ്, ആ യഥാർത്ഥ സ്നേഹം കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ വരുന്നത്. ഇപ്പോൾ ചില റീഡിങ്ങിനകത്തൊക്കെ നമ്മൾ പറയാറുണ്ട് അവർ വരുന്നുണ്ട്, പക്ഷേ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വേറെ പല അജണ്ടയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഒരു പേഴ്സണെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. കാരണം ആ ഒരു സ്നേഹം കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ചില തെറ്റുകളൊക്കെ ഈ ഒരു പേഴ്സണെ പറ്റിപ്പോയിട്ടുണ്ട്, എന്നാൽ കാലമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അതിനുള്ളൊരു മറുപടിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു മര്യാദയൊക്കെ പഠിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു കോൺടാക്റ്റ്, പെട്ടെന്ന് തന്നെയുള്ള ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ അവർ എത്രയും വേഗം എടുക്കും. ചിലപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിരിക്കാം. എത്രയും വേഗമുള്ള ഒരു ആക്ഷൻ നമുക്കിവിടെ ഈ ഒരു പേഴ്സൺ എടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു എനർജീസ് റെസണേറ്റ് ആവട്ടെ എന്ന് തന്നെ വിചാരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ 2-3 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ചെയ്തൊരു റീഡിങ്ങിനകത്ത് ഇതുപോലെ കുറച്ചധികം വ്യക്തികൾക്ക് അവിടെ ആ ഒരു പേഴ്സണിൽ നിന്ന് കോൺടാക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയിരുന്നു എന്ന് പലരും അറിയിച്ചു. കമൻസിലൂടെ ആണെന്നുണ്ടെങ്കിലും പേഴ്സണലി വന്ന മെസ്സേജ് ഇട്ട് അറിയിച്ചു. ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടി. ഒരുപാട് നാൾ ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ പോയൊരു പേഴ്സണാണ്, പക്ഷേ വന്നു എന്ന് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, കാരണം എല്ലാവരുടെ എനർജി സെയിം അല്ലല്ലോ, എങ്കിലും കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഒരു സന്തോഷമാണ്. ഇനി നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ കെമിസ്ട്രിയാണ്. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ എന്നുള്ളൊരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അത്രയേറെ അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. വേണമെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ഒരു പേഴ്സണെ പതിവില്ലാത്ത രീതിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് എത്രയോ ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ സ്നേഹം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പോലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്നെ ഇത്രയും ദ്രോഹിച്ചിട്ടും വിഷമിപ്പിച്ചിട്ടോ ഒന്നും എനിക്ക് എന്തുകൊണ്ട് അവരോട് ദേഷ്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം ഈ ഒരു സമയം. അങ്ങനെയുള്ളൊരു എനർജിയാണ്. നിങ്ങളെ തീർച്ചയായിട്ടും ഒന്നിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടി എടുത്തു നോക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. അപ്പോൾ പലർക്കും ചിലപ്പോൾ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എവിടെ കറങ്ങിത്തിരിഞ്ഞ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പ്രേരണ ഈ ഒരു പേഴ്സണും, അതുപോലെ തന്നെ വീണ്ടും ഇവരിലേക്ക് പോകാനുള്ളൊരു തോന്നൽ നിങ്ങൾക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് എത്രയും വേഗം ഒരു കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ വരുന്ന എനർജീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കുറച്ച് ക്ലൂസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്പർ 3 ആണ്. തൃശ്ശൂർ, മലപ്പുറം, ലെറ്റർ ബി, letter H, August month, Leo zodiac sign, March month, letter D, number 19, number 5,
Capricorn zodiac sign. Ailiyam Nakshatram. Letter P. Letter M. Number 18. Letter C. Letter K. Punardam Nakshatram. Number 2. Letter S. And finally, okay, July month. ജൂലൈ മന്ത് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്താണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഒരു മെസ്സേജ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കണം. അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു പേഴ്സണോട് ഒരു സ്നേഹം തോന്നുന്നൊരു സമയമായിരിക്കണം. അവർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.